കൊള്ളാവുന്ന മക്കളുണ്ടെങ്കിൽ അപ്പന്മാർക്കൊക്കെ അഭിമാനമാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങളൊക്കെ നല്ല മിടുക്കരായതുകൊണ്ട് എനിക്കും ഇന്ന് വലിയ അഭിമാനമാണ്. നമ്മുടെ അതിരൂപതയിലെ ഏറ്റവും മിടുക്കന്മാരെയും മിടുക്കികളെയുമാണ് ഈ കാവോട്ടങ്ങളിൽ കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിരൂപതയുടെ ആത്മാർത്ഥമായ അഭിനന്ദനം. നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും വരുന്ന ഒരു ചിന്ത ഞാൻ പല വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളുമെല്ലാം എവിടെ പോയി അപ്രത്യക്ഷരാണ്. കാണാനില്ല മിടുക്കന്മാരെ മിടുക്കികളെ. 12ാം ക്ലാസ് വരെയൊക്കെ മിടുക്കിയായിരുന്നു. പക്ഷെ 12ാം ക്ലാസ് കഴിഞ്ഞ് എവിടെയാണെന്ന് ഒരു പിടിയില്ല. നാട്ടിൽ ചെന്ന് അന്വേഷിച്ചാൽ പോലും കാണാനില്ല. നമ്മുടെ സമുദായത്തിൻ്റെ ഒരു വലിയ കുറവ് ഇന്ന് ഒരു ബ്രെയിൻ ഡ്രെയിനാണ്. നല്ല മിടുക്കരായ കുട്ടികൾ എവിടെയോ പോയി അപ്രത്യക്ഷരാണ്. നമ്മുടെ നാട്ടിൽ അവരെയൊന്നും കാണാനില്ല. നമ്മുടെ നാട്ടിലെ നല്ല രാഷ്ട്രീയക്കാരുടെ ഇടയിൽ കത്തോലിക്കരെ കാണാനായിട്ട് വലിയ വലിയ ബുദ്ധിമുട്ടാണ്. ഉണ്ട് കുറച്ച്. നമ്മൾ രാഷ്ട്രീയം ഏതാണ്ട് മോശമാണെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് കത്തോലിക്കരും. അതിന് ഞങ്ങളുമൊക്കെ കുറ്റവാളികളാണ്. അങ്ങനെ പറഞ്ഞ രാഷ്ട്രീയക്കാരെ എല്ലാം കളിയാക്കി. പക്ഷേ ഇപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നു അവരാണ് രാജ്യം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നല്ല ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നാൽ അത് വളരെ നന്നായിരിക്കും. നിങ്ങൾക്കൊക്കെ നല്ല നേതൃവാസനയുള്ളവർ, നല്ല കഴിവുള്ളവർ, സംഘാടന ശേഷിയുള്ളവർക്കൊക്കെ ആ മേഖലയിൽ വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെയായിട്ട് മാറാനായിട്ട് സാധിക്കും. നമ്മുടെ നാടിൻ്റെ ഒരു വലിയ കുറവ് എന്താണെന്ന് അറിയാമോ? നല്ല നേതൃത്വമില്ലാത്ത, നല്ല ഭരണമില്ലാത്ത. ഞാൻ പല യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് എന്താണ് അവർക്കുള്ളത്? എനിക്കിതുവരെ കണ്ടെത്താൻ സാധിച്ചു. നമ്മുടെ നാട്ടിലുള്ള പലതും ഇല്ലാത്ത രാജ്യങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ഇത്രയും സൂര്യപ്രകാശം, ഇത്രയും കഴിവുള്ള മനുഷ്യർ, ഇത്രയും വിദ്യാഭ്യാസമുള്ള മനുഷ്യർ, ഇത്രയും നല്ല കാലാവസ്ഥ, ഇതൊന്നും ഇല്ലാത്ത രാജ്യങ്ങൾ നമ്മളെക്കാളും സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു. അവരുടെയൊക്കെ ജോലി ചെയ്താണ് നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളും ഒത്തിരി പേര് അവർ കൊടുക്കുന്ന തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കേണ്ടി വരും. ഞാൻ കഴിഞ്ഞ വർഷം മാൾട്ട എന്ന് പറയുന്ന കൊച്ചു രാജ്യത്ത് പോയി. വെറും 5.5 ലക്ഷം ആൾക്കാർ, അതിനകത്ത് 10,000 പേര് മലയാളികളാണ്. അങ്ങനെയുണ്ട്. വെറും 5.5 ലക്ഷം പേരുള്ള ഒരു കൊച്ച് ഐലൻഡാണ് മാൾട്ട. ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ എന്താണ് വരുമാന മാർഗം? അവിടെ എന്താ ഉള്ളത്? ഇവിടെ കൃഷി പാടാ. കാരണം മൾട്ടേസെ കല്ലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആ സ്ഥലം. അവരിങ്ങനെ ആ കല്ലുകൾ ചെത്തിയെടുത്ത് കെട്ടിടമൊക്കെ പണി മനോഹരമാണ്. അവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം അവിടെ ചുറ്റും കടലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടൂറിസം, അതാണ് അവരുടെ ഏറ്റവും വലിയ വരുമാനം. പിന്നെ അവർ വളരെ കഷ്ടപ്പെട്ട് അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. ഒലിവും മുന്തിരിയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി കഷ്ടപ്പെട്ടാണ്, മണ്ണൊക്കെ ഇറക്കിയും ഒക്കെയാണ് ചെയ്യുന്നത്. ആ കൊച്ചു രാജ്യത്ത് തൊഴിൽ തേടി നമ്മുടെ മലയാളികൾ എത്തുകയാണ്. അവരുടെയൊക്കെ വീടുകളിലൊക്കെ ജോലി ചെയ്ത് അവരുടെ കടകളിലും അവരുടെ കമ്പനികളിലും ഒക്കെ ജോലി ചെയ്തു. അതിനകത്ത് ഈ ഫുൾ A+കാരൊക്കെ ഉണ്ട് അവിടെ പോയി ജോലി ചെയ്യാൻ. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ഈ കൊച്ചു രാജ്യത്തിന് ഇത്രയും സമ്പത്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഇത്രയും നീളമുള്ള ഒരു തീരപ്രദേശമുള്ള കേരളം അല്ലെ, തീരം കടലാണ്, ഇത്രയും മനോഹരമായ ഭൂപ്രകൃതിയുള്ള ഒരു സംസ്ഥാനം, നമുക്ക് എന്തുകൊണ്ടാണ് ഇത് സാധിക്കാത്തത്? അവിടെയാണ് ഞാൻ തിരിച്ചറിയുന്നത്, നമ്മളെ ഭരിക്കുന്നവർക്ക് നല്ല കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും വേണം. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസമുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഭരണരംഗത്ത്, സിവിൽ സർവീസ് രംഗത്ത് നമ്മുടെ കുട്ടികളെ കാണാനുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ചങ്ങനാശ്ശേരി അതിരൂപതാംഗം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷത്തിലാകുമ്പോൾ ഒരാളോ മറ്റോ ആണ് സിവിൽ സർവീസിലേക്ക് സെലക്ട് ചെയ്തത്. അത് മതിയോ? നിങ്ങളൊന്ന് ചിന്തിച്ചു. നിങ്ങളൊക്കെ വിചാരിച്ചാൽ നടക്കുക. ഇതിനകത്ത് IAS-കാരാകാൻ കഴിവുള്ള കുറേ പേര് അത് വളരെ ഉറപ്പാണ്. നിങ്ങൾക്ക് എത്ര ഉറപ്പില്ല, എനിക്ക് ഉറപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ കുറവുള്ളത് ആത്മവിശ്വാസം ഇല്ല, ധൈര്യം, ഇത്രയേ ഉള്ളൂ. പിടിച്ചു നിൽക്കുകയാണ്. കത്തോലിക്കിന് ഒരു പരീക്ഷ എഴുതി പിറ്റേ ദിവസം അവന് IAS കിട്ടണം, അല്ലെങ്കിൽ അവൻ പറയും പരീക്ഷ ശരിയല്ല എന്ന് പറഞ്ഞ് അവൻ പരീക്ഷ എഴുതി നിർത്തുക. അവൻ പിടിച്ചു നിൽക്കുന്നില്ല. അതേസമയം വളരെ ക്ഷമാപൂർവ്വം നല്ല ലക്ഷ്യങ്ങളോടുകൂടി നല്ല ഫോക്കസോടുകൂടി പ്രവർത്തിക്കുന്ന കുട്ടികൾ അവിടെ എത്തുന്നുണ്ട്. അഭിമാനകരമാണ്.
അതുകൊണ്ട് നിങ്ങൾ കുറച്ചു പേരൊക്കെ അങ്ങനെ നല്ല ലക്ഷ്യങ്ങൾ വേണം. സർക്കാർ സർവീസിലേക്ക് ജോലിയൊക്കെ കിട്ടും. അതല്ലെങ്കിൽ പിന്നെ സ്വകാര്യ മേഖലയിലാണ് പിന്നെ സാധ്യത. അവിടെ ജോലി കിട്ടാനും നമുക്ക് അത്ര നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, കാരണം നിങ്ങൾ മിടുക്കന്മാരുമാണ്. പക്ഷേ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ ഒരു സർവേ ഉണ്ട്, മൈഗ്രേഷൻ സർവേ. അതിൻ്റെ ഒരു റിപ്പോർട്ട് വായിച്ചപ്പോൾ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ഉദാഹരണത്തിന് IIM-കളുണ്ട്, നമുക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ, IIT-കളുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, IISc ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. ഇവിടെ ഒന്നും കത്തോലിക്കന്റെ എണ്ണം വളരെ വളരെ പരിമിതമാണ്. നമ്മൾ കുറ്റം പറയുന്ന ഈ ബീഹാറുകാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇത്രയും വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊന്നും ഇല്ല. അപ്പൊ നമുക്ക് എന്താണ് കുറവ്? നമുക്കൊരു ആത്മവിശ്വാസത്തിന്റെ കുറവാണ്, നമുക്ക് ധൈര്യത്തിന്റെ കുറവാണ്. അവിടെ നിങ്ങൾ ആ ഫോക്കസ് നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ കരിയറിനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നല്ല ഭരണ തന്ത്രജ്ഞർ വേണം, അതുപോലെ നല്ല കമ്പനി മാനേജർമാർ വേണം, നല്ല ഡോക്ടർമാർ വേണം, എഞ്ചിനീയർമാർ വേണം. എങ്ങനെയെങ്കിലും ഒരു എഞ്ചിനീയർ ആയപ്പോൾ മൂല്യബോധമുള്ള പത്രപ്രവർത്തകർ, നല്ല അഭിഭാഷകർ, നല്ല ജഡ്ജിമാർ, ഇവരൊക്കെ നമുക്ക് വേണം. കത്തോലിക്കൻ അറിയാവുന്ന 4 തൊഴിലേ ഉള്ളൂ. 1 എഞ്ചിനീയർ, 2 ഡോക്ടർ, 3 നേഴ്സ്, 4 ടീച്ചർ. ഈ 4 തൊഴിൽ കിട്ടിയ അവൻ നാട്ടിലേക്ക്, അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും പോകും. ഇതാണ് നമ്മുടെ ഒരു അവസ്ഥ. നല്ല കച്ചവടക്കാരില്ല നമ്മുടെ കൂട്ടത്തിൽ, നല്ല കച്ചവടക്കാരില്ല. ഇപ്പൊ മിടുക്കികളും ഇരുന്ന് ഓൺലൈനായിട്ട് കച്ചവടം നടത്തി കാശുണ്ടാക്കുന്നു, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നത്. ഇവരൊന്നും നമ്മുടെ ഇടയിൽ വളരെ കുറവാണ്. ഇതാണ് ഈ സമുദായത്തിന്റെ ഒരു വലിയ കുറവെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ അവസരങ്ങൾ തീരെ ഇല്ലെന്നും പറഞ്ഞ് നിരാശപ്പെട്ട് അവിടെ എവിടെയൊന്നും പോയി ആവശ്യമില്ലാതെ ഉള്ള മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെടുന്നത്. എത്ര ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചെലവാക്കി ഓരോരുത്തർ വിദേശത്ത് പോകും. പിന്നെ ശിഷ്ടകാലം മുഴുവൻ ആ കടം വീട്ടി തീരുകയാണ്. അതിന്റെ വല്ല ആവശ്യമാണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നേടാവുന്ന, നമുക്ക് നല്ല കച്ചവടക്കാരായി മാറാനായിട്ട് സാധിക്കും. ഇന്ന് IT മേഖലയിലൊക്കെ ഉള്ള 25% തൊഴിലുകൾ ഓരോ വർഷവും കട്ടായിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പൊ നിങ്ങൾക്കറിയാം, IT കമ്പനികളൊക്കെ ജോലിക്കാരെ എടുക്കുന്നത് കുറച്ചുകൊണ്ടിരിക്കും. കാരണം എന്താ, ഈ ഒത്തിരി ജോലി AI ചെയ്യുക. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ തുടങ്ങിയാൽ നമ്മുടെ മനുഷ്യർ എന്ത് ജോലി ചെയ്യും? ആപ്പാടെയുള്ള ജോലിയില്ല, AI കൊണ്ടുപോവാണെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാണ് തൊഴിലെടുത്ത് ജീവിക്കുന്നത്? ഇപ്പൊ പുതിയ കാലത്തേക്കുള്ള തൊഴിൽ എന്താണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറയാണ്, ഫുഡ് ഇൻഡസ്ട്രിയാണ് പുതിയ കാലത്ത് പിടിച്ചു നിൽക്കാവുന്ന ഒരു തൊഴിൽ. ഫുഡ് ഇൻഡസ്ട്രി, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. പുതിയ കാലത്ത് ചലഞ്ചസ് ഉള്ളപ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നല്ല കാഴ്ചപ്പാടുകളോടെ ഫോക്കസ്ഡ് ആയിട്ട് പോയില്ലെങ്കിൽ നമ്മുടെ സമുദായം ഒത്തിരി നിലനിൽക്കുക. നിങ്ങൾ ഈ വിദ്യാഭ്യാസ കോഴ്സുകളൊക്കെ അന്വേഷിച്ച് അവിടെ എവിടെയെല്ലാം പോകും. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കുണ്ട് 11 ഡിഗ്രി കോളേജുകൾ. നിങ്ങൾക്ക് എത്ര എണ്ണത്തിന് പേരറിയാമെന്ന് എനിക്കറിയില്ല. ചങ്ങനാശ്ശേരി അതിരൂപത നേരിട്ട് നടത്തും. പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട്, നമുക്ക് നമ്മുടെ ഇതിനോടൊന്നും മതിപ്പില്ലല്ലോ. അതാണ് നമ്മുടെ പ്രശ്നം. ബാംഗ്ലൂരൊക്കെ പോയി ഇതിന്റെ 4 ഇരട്ടി കാശ് കൊടുത്ത് പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. നല്ല തെരഞ്ഞെടുപ്പുകൾ നടത്തണം. നല്ല തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്ന എന്നാണ്. ചില തെരഞ്ഞെടുപ്പുകളാണ്. തെരഞ്ഞെടുപ്പ് പോയി, ചില വഴികൾ പാളിപ്പോയാൽ പോയി. അതുകൊണ്ട് നല്ല തെരഞ്ഞെടുപ്പ് നടത്തി നല്ല മിടുക്കരായിട്ട് സഭയ്ക്കും സമുദായത്തിനും നന്മയുള്ളവരായിട്ട് വളരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അവാർഡ് ദാന സമ്മേളനം എക്സലൻഷ്യ സീസൺ 3 മെറിറ്റ് അവാർഡ് 25 വളരെ സന്തോഷപൂർവ്വം